ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്. ചൈനീസ് മാർക്കറ്റുകളാണ് ഒരു മിക്സഡ് ട്രെൻഡ് കാണിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം S&P 500ഉം നാസ്ഡാക്കും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇന്നലെ അമേരിക്കയിൽ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിരുന്നു. കമ്മോഡിറ്റികൾ ഇന്നലെ ഗോൾഡ്, സിൽവർ, കോപ്പറൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $70 പെർ ബാരലിന് താഴെ വന്നിരിക്കുകയാണ്. $69.8 പെർ ബാരലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് മോർണിംഗിൽ. ഇത് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വലിയൊരു തീർച്ചയായിട്ടും ഇന്ത്യയിലെ പെയിൻറ്റ് കമ്പനികൾ, അധസീവ് കമ്പനികൾ, അതുപോലെ തന്നെ സിമെൻറ്റ് കമ്പനികൾ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ടയർ കമ്പനികൾ, ഇവരുടെയൊക്കെ റോ മെറ്റീരിയൽ കോസ്റ്റ് താഴെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടയർ കമ്പനികൾ, പെയിൻറ്റ് കമ്പനികൾ, അധസീവ് കമ്പനികൾ, അതുപോലെ തന്നെ സിമെൻറ്റ് കമ്പനികളൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മാൻ പവർ ഗ്രൂപ്പ് സർവേ, അതൊരു ഇൻ്റർനാഷണൽ സർവേ ആണ്. ഈ സർവേ പ്രകാരം പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ് ഏറ്റവും കൂടുതൽ അടുത്ത സീസണിലേക്ക്, അടുത്ത ക്വാർട്ടറിലേക്ക്, അതായത് Q3 ഡിസംബറിൽ അവസാനിക്കുന്ന Q3 ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ Q4 ഏറ്റവും കൂടുതൽ ഹയറിങ് നടത്താൻ പോകുന്ന ഇന്ത്യയിലത്തെ കോർപ്പറേറ്റുകളാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ കോസ്റ്ററിക്ക, US ഒക്കെയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ എക്കണോമി നല്ല രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ SIP കോൺട്രിബ്യൂഷൻ 23,547.34 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ SIP അക്കൗണ്ടുകളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ്. ഈ ന്യൂസ് മാർക്കറ്റിനെ സംബന്ധിച്ച് പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇക്വിറ്റി ഫണ്ടുകളിലേക്കുള്ള ഇൻഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെറ്റ് ഫണ്ടുകളിലേക്കുള്ള ഇൻഫ്ലോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ ഈ ന്യൂസ് ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടാറ്റ പവർ തിരുനെൽവേലിയിലുള്ള അവരുടെ TP സോളാർ, അതായത് സോളാർ സെല്ലുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2 ഗിഗാവാട്ടാണ് ഇപ്പോൾ കപ്പാസിറ്റി. അടുത്ത 2 മാസത്തിനുള്ളിൽ 2 ഗിഗാവാട്ടും കൂടി ആഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 4 ഗിഗാവാട്ട് കപ്പാസിറ്റി വരികയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ടാറ്റ പവറിനെ സംബന്ധിച്ച്. കാരണം സോളാർ സെല്ലുകൾ യൂസ് ചെയ്യുന്ന സോളാർ പാനലിലാണ്. ഈ സോളാർ പാനലുകളും ഇതോടൊപ്പം തന്നെ ടാറ്റ നിർമ്മിക്കുന്നുണ്ട്. ബാംഗ്ലൂരും ഉണ്ട് ഒരു പ്ലാന്റ്. അപ്പോൾ തീർച്ചയായിട്ടും ടാറ്റ പവറിന് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്നൊരു ന്യൂസാണ്. ഒപ്പം ഗവൺമെൻറ് GPS ബേസ്ഡ് ടോൾ കളക്ഷൻ സിസ്റ്റം അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഓൺ ബോർഡ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതായത് ഓൺ ബോർഡ് യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ വെഹിക്കിൾസിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്. ഇത് സാറ്റലൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ടോൾ കളക്ഷനും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഓൺ ബോർഡ് യൂണിറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. ബോഷ് ഉണ്ട്, അതുപോലെ തന്നെ ഡെൻസോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൂടുതൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഡീലുകളൊക്കെ ഈ സെഗ്മെൻറ്റിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് സർവീസസ് ഉള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒറാക്കിൾ എക്സലൻ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരുന്നത്. US Q2 റിസൾട്ട് എക്സലൻ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒറാക്കിളിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ IFSS ഇന്ത്യയിൽ ഉള്ള അവരുടെ സബ്സിഡിയറിയാണ്, അതിനൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. L&T സെമി കണ്ടക്ടേഴ്സ് ടെക്നോളജീസ് ലിമിറ്റഡ് IBM ആയിട്ടൊരു പാക്റ്റ് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് L&Tനെ സംബന്ധിച്ച്. റാംകോ സിസ്റ്റംസ് അവരുടെ പുതിയ എയർക്രാഫ്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ഏവിയേഷൻ സോഫ്റ്റ്വെയർ 6 വെർഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. റാംകോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ഇന്ത്യ ഇവൻ്റ് നടക്കുകയാണ്. ഇന്ന് മുതൽ 13-ാം തീയതി വരെയാണ്. ഒപ്പം ഗ്രീൻ ഹൈഡ്രജൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇന്ന് മുതൽ 13-ാം തീയതി വരെയാണ്. നോയിഡയിലാണ്. തീർച്ചയായിട്ടും ഈ ഇവൻറ്റുകളിൽ നിന്ന് ധാരാളം ന്യൂസ് ഫ്ലോസ് വരാൻ ചാൻസസ് ഉണ്ട്. സെമി കണ്ടക്ടർ റിലേറ്റഡ്, അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാം. അതാത് കമ്പനികളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ബസുമതി
റൈസിൻ്റെ കൺസംഷൻ വളരെ ഹൈ ആയി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സൊമാറ്റോ പോലുള്ള ക്യൂക്കോമേഴ്സും അതുപോലെ തന്നെ മറ്റു ഡെലിവറി സർവീസസൊക്കെയാണ് ബിരിയാണിയുടെ ഡിമാൻഡ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന ബസുമതി റൈസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. IPOs ഉണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എക്സലൻ്റ് സബ്സ്ക്രിപ്ഷനാണ്. അതുപോലെ തന്നെ PN ഗാഡ്ഗിൽ ജുവല്ലേഴ്സും നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ട്രോളിംഗ് ടയർ നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ നേടുന്നുണ്ട്. ഒപ്പം ഇന്ന് ആരംഭിക്കുന്ന NSE SME IPO ഉണ്ട്. എക്സലൻറ്റ് വയേഴ്സ് ആൻഡ് പാക്കേജിംഗ് ലിമിറ്റഡ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു SME IPO ആണ്. NSE SME ആണ്. 1600 ആണ് ലോട്ട്, 90 ആണ് അതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് മുതൽ 13-ാം തീയതി വരെയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒന്നുമില്ല, പക്ഷേ ലിസ്റ്റിങ്ങിന് ശേഷം ഈ കമ്പനി നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് എക്സലൻറ്റ് വയേഴ്സ് ആൻഡ് പാക്കേജിംഗ് ലിമിറ്റഡ്. എല്ലാവർക്കും വളരെ നല്ല ഒരു ട്രേഡിൻ്റെ ആശംസിക്കുകയാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നല്ല രീതിയിലുള്ള വളാറ്റിലിറ്റിയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നേക്കാം. നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.